ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്കത്തിൻ്റെ ലാളിത്യത്തിലേക്കാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോഴാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള വളരെ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടി വരുന്നത്. എനിവേ നമുക്ക് ജസ്റ്റ് അതിൽ കൂടി ഒന്ന് ഓടിച്ചു പോകാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ പൈസയുടെ മാനേജ്മെൻറ്റ് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ക്ലബിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഏത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘടകങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന്, പൈസ എങ്ങനെ നമുക്ക് ആക്ടിവിറ്റീസിന് വേണ്ടി മൊബിലൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, ആ പൈസ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഏതൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും. അപ്പോൾ ഒരു റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഫണ്ട് സ്വരൂപിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. പല ക്ലബ്ബുകൾക്കും അവരുടേതായിട്ടുള്ള സോഴ്സസ് ഉണ്ടാകും. ആ സോഴ്സസ് അവർക്ക് ടാപ്പ് ചെയ്യാം. എന്നാൽ തന്നെ ജനറലായിട്ട് നമ്മളുടെ പല ക്ലബ്ബുകൾക്കും ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ചില സോഴ്സസ് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. മെമ്പർഷിപ്പ്. ഒന്ന്, മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ. സെക്കൻഡ് വൺ ഈസ് പീരിയോഡിക് സബ്സ്ക്രിപ്ഷൻ ഫോർ മെമ്പേഴ്സ്. തേർഡ് വൺ, ജനറൽ കോൺട്രിബ്യൂഷൻസ്. നെക്സ്റ്റ് വൺ, സ്പെസിഫിക് കോൺട്രിബ്യൂഷൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ, അതർ കളക്ഷൻസ് ഫോർ ഫണ്ട് റൈസിങ്. വി ക്യാൻ ലുക്ക് ഇൻ ടു വൺ ബൈ വൺ. Membership being one of the most important pillar of Rotary, you'll have to fix a target for the next year. So നമുക്ക് ഓരോ വർഷവും മെമ്പർഷിപ്പ് അടുത്ത വർഷം നമ്മളുടെ മെമ്പർഷിപ്പ് ഇൻക്രീസ് 6,000 ആണെന്ന് നമ്മളുടെ നേരത്തെയുള്ള സ്പീക്കേഴ്സ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സോ we'll have to fix the membership target first. We'll have to identify the prospective Rotarians in our locality, and according to the status of each club, you can fix what is the admission fee to be collected from the new members. So that is the planning process. And if you will be able to induct new members at the beginning of the year, ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് പുതിയ അംഗങ്ങളെ നമുക്ക് ഇൻഡക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഫണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കിട്ടും. നിങ്ങളുടെ ക്ലബ് ആക്ടിവിറ്റീസിന് വേണ്ടി നിങ്ങൾക്കത് വിനിയോഗിക്കാൻ സാധിക്കും. ഓഗസ്റ്റ് നമ്മുടെ മെമ്പർഷിപ്പ് ഡെവലപ്മെൻറ്റ് മന്താണ്. ആ മന്തിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മെമ്പർഷിപ്പ് ഡെവലപ്മെൻറ്റ് സാധിച്ചാൽ നിങ്ങൾക്ക് ക്ലബ് ആക്ടിവിറ്റീസ് വളരെ സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്നുള്ള അഡ്മിഷൻ ഫീ അത് ഓരോ ക്ലബിനും ഓരോ രീതിയിലാണ്. അത് നിങ്ങളുടെ ക്ലബ്ബ് തീരുമാനിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് കളക്ട് ചെയ്യാൻ സാധിക്കും. പീരിയോഡിക് സബ്സ്ക്രിപ്ഷൻ, ദാറ്റ് നമുക്കറിയാം. നേരത്തെ നമ്മൾക്ക് ഇവിടെ പല സ്പീക്കേഴ്സും പറഞ്ഞു കഴിഞ്ഞു, റിട്ടൻഷൻ ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റോട്ടറി. നിങ്ങൾക്ക് മാക്സിമം മെമ്പേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പീരിയോഡിക് സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെ പീരിയോഡിക് സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് അതും ആദ്യമേ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലബ് ആക്ടിവിറ്റീസുകൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പല ക്ലബ്ബുകളും പല രീതിയിലാണ് അത് കളക്ട് ചെയ്യുന്നത്. അത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ആകാം, മന്ത്ലി ആകാം, ക്വാർട്ടർലി ആകാം, ഹാഫ് ഇയർലി ആകാം. ദെൻ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസ് ജനറൽ കോൺട്രിബ്യൂഷൻസ് ആകാം, സ്പെസിഫിക് കോൺട്രിബ്യൂഷൻസ് ആകാം. ജനറൽ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എമൗണ്ട് നമുക്ക് ക്ലബിൻ്റെ ഏത് ആക്ടിവിറ്റീസിന് വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സ്പെസിഫിക് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പർപ്പസിന് വേണ്ടിയാണോ നമ്മളത് കളക്ട് ചെയ്യുന്നത് ആ പർപ്പസിന് വേണ്ടി അത് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ഫണ്ട് ഡൈവേർഷൻ അവിടെ പോസിബിൾ ആയിരിക്കത്തില്ല. സ്പെസിഫിക് കോൺട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾ ഗ്രാൻറ്റ്സ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നല്ലൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഗ്രാൻറ്റ് അതുപോലെ തന്നെ ഗ്ലോബൽ ഗ്രാൻറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് റോട്ടറിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് പ്രോജക്റ്റിന് വേണ്ടിയാണോ ആ ഗ്രാൻറ്റ് കിട്ടുന്നത് ആ പ്രോജക്റ്റിന് വേണ്ടി തന്നെ അത് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അനദർ എക്സാമ്പിൾ ഈസ് CSR ഫണ്ട്സ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്സ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് പറയുന്നത് ചില ബിഗ് കമ്പനീസുകൾക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. എത്തരത്തിലുള്ള കമ്പനികൾക്കാണ് അത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനീസ് ഹാവിങ് നെറ്റ് വർത്ത് എബോവ് 500 crore, കമ്പനീസ് ഹാവിങ് ടേൺ ഓവർ എബോവ് 1,000 crores, സിമിലർലി നെറ്റ് പ്രോഫിറ്റ് ഈസ് 500 crores. ഈ തരത്തിലുള്ള കമ്പനികൾക്ക് അവർക്ക് CSR ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കമ്പനി നിയമപ്രകാരം നിർബന്ധമാണ്.
അപ്പം അത് 2% ആണ് അവരുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 2% അവർ മെയിൻറ്റെയിൻ ചെയ്യും. അത് ഓരോ വർഷവും അത് അവർ യൂട്ടിലൈസ് ചെയ്യുക വേണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്താൽ ഒന്നുകിൽ അവരും നിങ്ങൾക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് CSR പ്രോജക്ട്സുകൾ ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെക്ഷൻ 8 കമ്പനീസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് നിയമപ്രകാരം 12AB പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ വഴി പ്രോജക്റ്റുകൾ അസൈൻ ചെയ്യാം. പിന്നെ ലേറ്റസ്റ്റ് നമ്മുടെ TRFലേക്ക് അവരെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രാൻറ്റ് അലോട്ട് ചെയ്തിട്ട് ആ ഗ്രാൻറ്റിന് അഗെയിൻസ്റ്റും ഫണ്ട് കളക്ഷൻ ചെയ്ത് നമുക്ക് പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. ഒൺലി എലിജിബിൾ പ്രോജക്ട്സ്, അതായത് ഒരു കമ്പനിക്ക് അവരുടെ ഒരു പോളിസി ഉണ്ടാവും, CSR പോളിസി ഉണ്ടാവും. ആ പോളിസി അനുസരിച്ചുള്ള പ്രോജക്ട്സുകളായിരിക്കണം. അത് കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 7 വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിക്കവാറും നമ്മളുടെ 7 ഏരിയാസ് ഓഫ് ഫോക്കസും നമ്മുടെ ഡിസ്ട്രിക്ട് പ്രോജക്ട്സുകളൊക്കെ അത്തരത്തിലുള്ള പ്രോജക്ട്സുകൾ തന്നെയാണ്. TRF കോൺട്രിബ്യൂഷൻ, ദിസ് ഇസ് ആൾസോ സ്പെസിഫിക്. നമ്മൾ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് TRF കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്ത് അത് TRFലേക്ക് തന്നെ അടയ്ക്കണം. സോ ഇറ്റ് ഈസ് എ സ്പെസിഫിക് കോൺട്രിബ്യൂഷൻ. Then project-wise contributions received from members has to be used for the project only. So it is also a specific contribution. അതർ കളക്ഷൻസ്, ക്ലബിന് സാധാരണ രീതിയിൽ മറ്റുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടാകും. ക്ലബ്ബ് അവർ ബുള്ളറ്റിൻസുകളോ മാഗസിൻസോ സ്പെഷ്യൽ സൊവനിയേഴ്സുകളോ ഒക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് കളക്ഷൻ ചെയ്യാൻ പറ്റും. സോ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ആൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ ക്ലബ്സ്. ദെൻ സ്പോൺസർഷിപ്പ് ഈസ്, മീറ്റിങ്ങുകൾക്ക് ക്ലബ്ബ് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങുകൾക്ക്, അത് ഏത് ടൈപ്പുള്ള മീറ്റിങ്ങുകൾ, ക്ലബ്ബ് ലെവലിലുള്ളായാലും സോണൽ ലെവലിലായാലും മൾട്ടി സോണൽ ലെവലുകളായാലും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലുള്ള ഈവൻറ്റ്സുകൾക്ക് സ്പോൺസേഴ്സിന് കണ്ടെത്താം. അതും ഒരു വരുമാന മാർഗമായി യൂസ് ചെയ്യാം. വേരിയസ് ഈവൻറ്റ്സ്, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഈവൻറ്റ്സുകൾക്ക് അതിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ, ഇറ്റ് ഈസ് ആൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ activities. Then return from invest. Some clubs have sufficient funds and surplus funds. They can invest in a proper manner and the return from the investment can also be used for club activities. Fundraising activities. This is an old, ഇതൊരു പഴയ രീതി തന്നെയാണ്. ഇന്ന് നമുക്ക് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ഫണ്ട് റൈസിങ് ആക്ടിവിറ്റീസുകൾ നമുക്ക് പല ക്ലബ്ബുകളും കണ്ടക്ട് ചെയ്യാം. പല ക്ലബ്ബുകൾക്ക് അങ്ങനെയുള്ള ഫണ്ടുകളുണ്ട്. അവരത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കി ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ പ്രോജക്ട്സുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഫണ്ട് കളക്ഷൻ, ഇനി മറ്റ് ഒരുപാട് സോഴ്സസുകൾ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. ഓരോ ക്ലബിനും അവരുടെ ലോക്കൽ സാഹചര്യങ്ങളനുസരിച്ച് ഫണ്ട് കളക്ഷൻ അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ഈ ഫണ്ട് നമുക്ക് റോട്ടറിയുടെ ആക്ടിവിറ്റീസിന് വേണ്ടി എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹാർഡായിട്ട് ഏൺ ചെയ്ത മണി നമുക്ക് മാക്സിമം ബെനിഫിറ്റ് നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ ക്ലബിനും നമുക്ക് റോട്ടറിയുടെ ഇമേജും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. റോട്ടറിയിൽ ഫണ്ട് യൂട്ടിലൈസേഷൻ നമ്മുടെ 5 അവന്യൂസ് ഓഫ് സർവീസസ്, ക്ലബ് സർവീസ്, കമ്മ്യൂണിറ്റി സർവീസ്, യൂത്ത് സർവീസ്, ഒക്കേഷണൽ സർവീസ് ആൻഡ് ഇൻ്റർനാഷണൽ സർവീസ്, ഈ 5 അവന്യൂസ് ഓഫ് സർവീസസിൽ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. ഫസ്റ്റ്, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് അണ്ടർ ക്ലബ് സർവീസസ്. ക്ലബ് സർവീസസിൽ നമുക്ക് എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നത്. ഫസ്റ്റ്, RI ഡ്യൂസിൻ്റെ പേയ്മെൻറ്റ്, COL ഡ്യൂസ് പേയ്മെൻറ്റ്, മാഗസിൻ സബ്സ്ക്രിപ്ഷൻ, ദെൻ ഡിസ്ട്രിക്ട് ഡ്യൂസ്, അവണൊക്കെ മറ്റ് അതർ ക്ലബ് സർവീസസിനുള്ള എക്സ്പെൻസസുകൾ. RI and COL dues. This is the first and foremost commitment of every Rotary Club. ഇന്നലെ നമ്മുടെ RI സൗത്ത് ഏഷ്യ ഓഫീസിൽ നിന്ന് വന്ന ജോസഫ് തോമസ് സാർ അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വളരെ ചെറിയ സ്ലൈഡ്സ് കൂടി ഞാനും അതൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, നമുക്കറിയാം RI ഡ്യൂസ് എന്ന് പറഞ്ഞാൽ സെമി ആനുവൽ ഡ്യൂസാണ്. It will become due on 1st of July and 1st January every year. And that has to be paid within a period of 120 days. അപ്പം 120 ദിവസത്തിനകം തന്നെ നമുക്ക് നമ്മളുടെ ഡ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഈ ഡ്യൂസ് ഒരു ജെനുവിൻ ഡ്യൂസ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെമ്പർഷിപ്പ് വളരെ കറക്റ്റായിട്ട് റോട്ടറി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡ്യൂസ് വളരെ ഹൈക്കായിട്ടുള്ള ഡ്യൂസ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ജൂൺ 30 മുമ്പ് തന്നെ നിലവിലുള്ള ക്ലബ് പ്രസിഡൻറ്റും ആയിട്ട് ചേർന്നുകൊണ്ട് നമ്മുടെ ക്ലബിലെ ആക്ച്വൽ മെമ്പർഷിപ്പ് നമ്മളത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹൈക്ക് ഇൻവോയ്സസ് ആയിരിക്കും. സോ ബി വെരി കെയർഫുൾ ഇൻ ദിസ് ഗാർഡ്. ആൻഡ് the half yearly per capita dues for 23-24, now it is fixed by the RI bodies
$37.5, and it will be 39.25 dollar for 24-25 and $41 for 25-26. Plus, you will have to pay GST at the rate of 18%. So this RI dues is applicable to all members on roll on the due date. And prorated dues is applicable for those members who are joining in between the due dates. Due dates ശേഷം join ചെയ്യുന്നവർക്ക് prorated dues applicable ആവും. Then COL, in addition to this RI dues, then every club has to pay a council registration fee of $1 per member with GST at the rate of 18%, and that too become due on the first, along with the first SIR. And this COL fees is നമുക്ക് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ RI തീരുമാനം പ്രകാരം കൗൺസിൽ ലെജിസ്ലേഷൻ മീറ്റിങ്ങിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ആണ്. അപ്പോൾ അത് വളരെ കമ്പൽസറി ആണ്. ഈ ഡ്യൂസിൻ്റെ കൂടെ അത് കൊടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ്, RI ഡ്യൂസിൻ്റെ പേയ്മെൻറ്റ് റോട്ടറി എക്സ്ചേഞ്ച് റേറ്റ്സിൽ തന്നെ നൽകണം. റോട്ടറി എക്സ്ചേഞ്ച് റേറ്റ് മന്ത്ലി അവർ റീവാലുവേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ റേറ്റിൽ തന്നെ ചെയ്യണം. അപ്പോൾ RI ആൻഡ് COL ഡ്യൂസാണ് ഫസ്റ്റ് ക്ലബ് സർവീസിൽ വരുന്ന ഒരു ക്ലബിൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ കോൺസിക്വൻസ്? ഇന്നലെ ഇത് വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തു. എങ്കിൽ കൂടി ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ടെർമിനേഷൻ ഓഫ് ക്ലബ്ബാണ്. അതായത് 120 ഡേയ്സിനകത്ത് നമ്മൾ ക്ലബ് ഡ്യൂസ് കറക്റ്റായിട്ട് അടച്ചില്ലെന്നുണ്ടെങ്കിൽ ക്ലബ്ബ് വിൽ ബി ടെർമിനേറ്റഡ് അണ്ടർ 2 കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, ഇഫ് ദ ക്ലബ് സബ്സ്റ്റാൻഡിങ് ഈസ് മോർ ദാൻ $250 ആൻഡ് ഇറ്റ് ബിക്കം ഡ്യൂ പേയബിൾ ഫോർ മോർ ദാൻ 120 ഡേയ്സ്. ഈ 2 സിറ്റുവേഷനിലാണ് ക്ലബിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂസ് മൊത്തത്തിൽ ഒന്നിച്ചടയ്ക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പാർട്ട് പേയ്മെൻ്റ് ആയിട്ടെങ്കിലും അടച്ച് നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ്സ് $250 താഴെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ടെർമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. ദെൻ ഒരിക്കൽ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് സാധ്യമാണ്. പക്ഷേ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് നെക്സ്റ്റ് 150 ഡേയ്സിനകത്ത് കംപ്ലീറ്റ് ഡ്യൂസ്, ക്ലബിൻ്റെ കംപ്ലീറ്റ് ഡ്യൂസ് അടച്ചാൽ മാത്രമേ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് പോസിബിൾ ആകത്തുള്ളൂ. പിന്നെ ഓരോ മെമ്പർക്കും അഡീഷണൽ ഒരു $30 വെച്ച് അഡീഷണൽ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഫീസായിട്ട് അടയ്ക്കേണ്ടി വരും. സോ ഈ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കണം പ്രസിഡൻസും സെക്രട്ടറീസും അസിസ്റ്റൻറ്റ് ഗവർണേഴ്സും. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 120 ഡേയ്സിനകം അടയ്ക്കുന്നില്ല, അനദർ 150 ഡേയ്സിനകത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ട സമയത്തിനകം അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദ ക്ലബ്ബ് വിൽ ബി ടെർമിനേറ്റഡ് പെർമനൻ്റ്ലി ആഫ്റ്റർ എ പീരീഡ് ഓഫ് 270 ഡേയ്സ് ഫ്രം ദ ഒറിജിനൽ ഡ്യൂ ഡേറ്റ്. Then if the permanent termination happens, the consequence is that the club will lose its original charter and the club will not be eligible for any reinstatement. Magazine subscription. This is another mandatory payment to be made by every Rotary club. It is mandatory for all members with some exemptions. If a Rotarian and a spouse of the Rotarians are spouse of the Rotarian is a Rotarian and their address falls, അവർ രണ്ടുപേരുടെ അഡ്രസ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇയർലി സബ്സ്ക്രിപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ₹480 ആണ് പെർ മെമ്പർ. അതുകൊണ്ട് പ്രോറേറ്റ റേറ്റ് ഓഫ് ₹40 പെർ മന്ത് ഫോർ മെമ്പേഴ്സ് ജോയിനിങ് ഇൻ ബിറ്റ്വീൻ ദി ഡ്യൂ ഡേറ്റ്സ്. കോൺസിക്വൻസസ് നോൺ പേയ്മെൻ്റ് മാഗസിൻ സബ്സ്ക്രിപ്ഷൻ അടച്ചില്ലെങ്കിലും അത് ക്ലബിൻ്റെ അൺപെയ്ഡ് ഡ്യൂസായിട്ട് കൺസിഡർ ചെയ്യും. ക്ലബ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ അൺപെയ്ഡ് ഡ്യൂസായിട്ട് കൺസിഡർ ചെയ്യും. നേരത്തെ പറഞ്ഞ എല്ലാ കോൺസിക്വൻസസും അവിടെ ആപ്ലിക്കബിൾ ആകും. അതായത് $250 കൂടുതൽ ക്ലബ് ഔട്ട്സ്റ്റാൻഡിങ്സ് വന്നു കഴിഞ്ഞാൽ ക്ലബ് ടെർമിനേഷനിലേക്ക് പോകും. രണ്ടാമത്തെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ക്ലബ് കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇലക്ഷൻ പ്രോസസ്. So magazine subscription is also very important. District dues എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഫണ്ടാണ്. അത് ഡിസ്ട്രിക്റ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയും ഡിസ്ട്രിക്റ്റിൻ്റെ പ്രോജക്ട്സുകൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയും ഉള്ളതാണ്. മാൻഡേറ്ററി ഫോർ ആൾ മെമ്പേഴ്സാണ്. അതിനും ചില എക്സംഷൻസ് ഉണ്ട്. സ്പൗസ് ഓഫ് ദ റൊട്ടേറിയൻ ഈസ് എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് ഡ്യൂസ്. Then district dues at present is ₹600 plus GST at the rate of 18%, and the total amount will come to ₹708. And district dues also will become payable on 1st of July every year, and it has to be paid accordingly.
Then consequences of non-payment of district dues. ഡിസ്ട്രിക്ട് ഡ്യൂസ് സമയത്തിന് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ആണ് RI will suspend all services to the concerned club under 2 conditions. First, if the arrears is for more than 6 months. If the arrear is pending to be paid for more than 6 months and the district governor informs RI that a particular club has not made the district dues, then the RI can suspend services to the club. And no voting at the district meeting is the second consequences of non-payment of district dues. Other club service expenses are the normal club expenses like magazine expenses. So if the club is issuing magazine, then it will have to incur some expenses. Installation expenses, governor's official visit expenses, club zonal or multi-zonal level meeting expenses, and other club expenses. Then utilization of fund under community services. Community service, as all of you know, that it is the heartbeat of Rotary, and the first community service projects under 7 areas of focus. You all know the 7 areas of focus. For projects, ഈ ഏരിയയിൽ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതാണ് 7 areas of focuses. Then second one is the district projects. District projects ഇന്ന് അനൗൺസ് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ചെയർമാൻ സത്രംഗി 7 വെർട്ടിക്കിൾസ് ഉള്ള ഒരു അംബ്രല്ല പ്രോജക്റ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിസ്ട്രിക്ട് ഫോക്കസ് പ്രോജക്റ്റിന് 2 എണ്ണം നമുക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആണ്, മറ്റൊന്ന് നമുക്ക് എനേബിൾ ദ ഡിസേബിൾ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ദെൻ മറ്റുള്ള പ്രോജക്റ്റുകൾ. ദെൻ യൂത്ത് സർവീസിനകത്തുള്ള എക്സ്പെൻസസ് വരാവുന്ന യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻട്രാക്ട് ക്ലബ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഗൈഡൻസ്, യൂത്ത് എക്സ്ചേഞ്ച്, റൈല പ്രോഗ്രാംസ്, RCC, then Rotary clubs. Rotary clubs, in case of Rotary clubs, RID is to be paid at the rate of 8 per member. In case of the Rotary club is based on community, and in case it is based on university, it is $5 per member. And certification fee is exempted from July 2022. Vocational services also, there are occasional awards, occasional seminars, career professional guidance, classification talks and promotion of forward test and code of conduct of Rotarians. So utilization can be under these areas, under vocational service. The international service, TRF contribution, I already explained it. Then next, Polio Plus programs, then friendship exchange programs. Then other expenses is the routine normal expenditure of the clubs, like all this. Then for finance management, budget is an important tool. It is an important tool of financial management. So for which every club should form a budget committee. Then annual budget should be prepared and should be got approved by the board. Budget advantages of budget is it acts as a planning tool. Then controlled expenditure is possible, and also expenditure within budget line can be ensured. Then presentation in the first zonal cabinet. Budget should be presented by all clubs in the first zonal club cabinet, and the AGs will be able to evaluate the performance of the clubs based on the budget. So it is also possible for the zonal AGs to prepare a consolidated budget for all clubs under their zones. And it is better to forward a copy of the zonal budget as well as the club budget to the district office. Then financial discipline and transparency is also a part of the successful finance management. So these are the tips for finance management. Prepare a true and correct accounts, issue serially numbered receipts for funds received, for payments maintained to the extent possible, vouchers and supporting documents, keep all these documents in chronological order, expense or income only through banking channel to the extent possible. Then custody of account should be with the treasurer or designated officials. Then books of accounts, bank account should be only in the name of clubs and should be operated by authorized signatories of the club. Presentation of periodical reports at the club meetings or club assemblies, audit of annual accounts by internal or external auditors, and also ensure that audited accounts for the last year and budgeted accounts for current year is available at the time of visit of the official governor.
So all the presidents and secretaries will be able to come with a glorious success if they plan and implement projects in accordance with the imagination of the Rotary, and by adhering to the financial disciplines, you can create hope in the world. And okay, thank you.